വെൽക്കം. റഹ്മാനാണ്. ബയോളജിക്കൽ ഓക്സിഡേഷൻ വീഡിയോ സീരീസിൽ ഈ വീഡിയോ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. സോ നമുക്കപ്പോൾ രണ്ടൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു പോകാം. സോ എന്താണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് വെച്ചാൽ ഇതൊരു മെറ്റബോളിക് റിയാക്ഷൻ ആണ്, നമുക്കറിയാം. സോ ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നമ്മൾ ഒരാളിൽ നിന്ന് എടുക്കുകയാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എടുക്കുന്ന ഒരാളിൽ നിന്ന് എടുത്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് മറ്റൊരാളിലേക്ക്. സോ ഇയാളിലേക്ക് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വെച്ച് കൊടുക്കുകയാണ്. സോ ആരിൽ നിന്നാണ് എടുക്കുന്നത്? അതാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. സോ കിട്ടുന്നത് ഇത് ADP-ക്കാണ് നമ്മൾ ഫോസ്ഫേറ്റ് കൊടുക്കുക. അപ്പൊ ഒരു ഫോസ്ഫേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ADP വിൽ ബിക്കം ATP ആകും. സോ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ATP സിന്തസിസ് തന്നെയാണ്. സോ ATP സിന്തസിസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. സോ അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ടു ADP-ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. എവിടെ നിന്നാണ് ഫോസ്ഫേറ്റ് കിട്ടുന്നത് എന്നതാണ്. വേർ ദ phosphate group is transferred from a substrate ഒരു പ്രത്യേക സബ്സ്ട്രേറ്റിൽ നിന്ന് എടുക്കുന്നു. who has a phosphate group ഉള്ള സബ്സ്ട്രേറ്റിൽ നിന്നാണ് എടുക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്തായിരുന്നു? സോ ഇവിടെ ദിസ് ഇസ് ആൻ എയറോബിക് പ്രോസസ് ആണ്. എയറോബിക് പ്രോസസ്സിലൂടെ നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയിൻ ഒക്കെ വഴി ലഭിക്കുന്ന എനർജി ഉപയോഗിച്ചിട്ട് ADP-ലേക്ക് അപ്പൊ എനർജി കിട്ടുന്നുണ്ട്. അത് ADP-ലേക്ക് നമ്മളൊരു ഫോസ്ഫേറ്റ് വെച്ച് പിടിച്ച് ADP ആക്കുന്നതായിരുന്നു ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയും. സോ ഇതിന് ETC-യിൽ ഫിഫ്ത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ATP സിന്തേസ് എന്ന് പറയുന്ന എൻസൈം അല്ലെങ്കിൽ ആ കോംപ്ലക്സ് വഴിയാണ് നടക്കുക. സോ എനർജി കിട്ടുന്നത് നമ്മൾ പറഞ്ഞത് പ്രോട്ടോമോട്ടീവ് ഫോഴ്സ്, അതാണ് പ്രോട്ടോൺ അകത്തേക്ക് കയറുമ്പോൾ കിട്ടുന്ന എനർജി വെച്ചാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. സോ ഇവിടെ ഓക്സിഡേഷനും ഫോസ്ഫോറിലേഷനും കപ്പിൾഡ് ആണ്. സോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുമ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഓക്സിഡേഷൻ ആൻഡ് ദിസ് ഫൈനൽ ഫോസ്ഫോറിലേഷൻ, ഇത് രണ്ടും കപ്പിൾഡ് ആയിട്ട് നടക്കുന്നതുകൊണ്ടാണ് അതിന് നമ്മൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ സൈറ്റോസോളിൽ നടക്കാം ആൻഡ് ഓൾസോ ഇൻ ദ മൈറ്റോകോൺട്രിയൽ മാട്രിക്സിനകത്ത് നടക്കാം. സോ ദിസ് ക്യാൻ ഹാപ്പൻ ഇൻ ടു ഏരിയാസ്, ഇൻസൈഡ് ദ സൈറ്റോസോൾ ആൻഡ് ഓൾസോ ഇൻ ദ മൈറ്റോകോൺട്രിയൽ മാട്രിക്സ്. പക്ഷേ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എവിടെയായിരുന്നു നടന്നത്? അത് നടന്നത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ് അല്ലെ. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ് നമ്മൾ 4 കോംപ്ലക്സും പിന്നീട് ഒരു 5ാമത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള ATP സിന്തേസ് ഒക്കെ പറഞ്ഞു. ആൻഡ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഒരു ഡയറക്റ്റ് പ്രോസസ് ആണ്. ഒരു ഫോസ്ഫേറ്റ് എടുക്കുന്നു, അത് ADP-ക്ക് കൊടുക്കുന്നു, അതിനെ ATP ആക്കി മാറ്റുന്നു. സോ ഇറ്റ്സ് എ ഡയറക്റ്റ് പ്രോസസ് ആണ്. സോ ദിസ് എ ഡയറക്റ്റ് പ്രോസസ് ആണ്. ഇത് ഒരു ഇൻഡയറക്റ്റ് പ്രോസസ് ആയിരുന്നു. ഇൻഡയറക്റ്റ് പ്രോസസ് എന്ന് വെച്ചാൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിൽ പ്രോട്ടോമോട്ടീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ADP-യിൽ നമ്മൾ ഫോസ്ഫേറ്റ് ഉണ്ടാക്കി വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് എയറോബിക് ഓക്സിഡേഷനിലാണ് ഇത് നടന്നത്. സോ നമ്മൾ വിവിധ മെറ്റബോളിക് റിയാക്ഷൻസിലെ വിവിധ തരം സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. 3 എണ്ണമാണ് നമ്മൾ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ പഠിച്ചത്. 2 എണ്ണം ഗ്ലൈക്കോളിസിസിലാണ് പറഞ്ഞത്. ഗ്ലൈക്കോളൈസിസ് സ്റ്റെപ്പിലാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് ഇത് നടക്കുന്നത് രണ്ടും സൈറ്റോസോളിലാണ്. സോ ദിസ് ഹാപ്പൻസ് ഇൻസൈഡ് ദ സൈറ്റോസോൾ. ഗ്ലൈക്കോളിസിസ് സൈറ്റോസോളിലാണ്. മൂന്നാമത്തത് ഒരെണ്ണം നമ്മൾ പഠിച്ചത് എവിടെയായിരുന്നു? നമ്മൾ ക്രബ് സൈക്കിളിലാണ് പഠിച്ചത്. ക്രബ് സൈക്കിളിൽ ഒരെണ്ണം ഉണ്ട്. ആൻഡ് ഇത് നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിന് അകത്താണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം ഗ്ലൈക്കോളിസിസിലെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് അല്ലെ. ഗ്ലൂക്കോസിനെ നമ്മൾ ഗ്ലൂക്കോസ് ഓക്സിഡേഷൻ വഴി നമ്മൾ എന്താണ് ആക്കുന്നത്? 2 മോളിക്യൂൾ ഓഫ് പൈറുവേറ്റ് ആക്കി മാറ്റുന്നതാണ് ഗ്ലൈക്കോളൈസിസ് എന്ന് നമ്മൾ വിളിക്കുക. ആൻഡ് ഇതിൽ വിവിധ സ്റ്റെപ്പ് ഉണ്ട്. ഒരു ഗ്ലൂക്കോസിനെ നമ്മൾ പല സ്റ്റെപ്പ് വഴി നമുക്ക് ഒരെണ്ണം ഇന്റർമീഡിയറ്റ് കിട്ടുന്നതാണ് 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആകുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ ആകുന്നുണ്ട്. സോ 1,3 ബിസ്ഫോസ്ഫോ എന്ന് പറയുമ്പോൾ 2 ഫോസ്ഫേറ്റ് ഉണ്ട്. സോ ഇറ്റ്സ് എ ഹൈ എനർജി കോമ്പൗണ്ട് ആണ് 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ്. ആൻഡ് ഇതിൽ അപ്പോൾ ഫോസ്ഫേറ്റ് ഉണ്ട്, PO4 ഉണ്ട്. സോ ഇതിൽ നിന്ന് ഒരു PO4 എടുത്തിട്ട്, സോ വി ആർ ടേക്കിംഗ് PO4. ആ PO4 നമ്മൾ എടുത്തിട്ട് ആർക്കാണോ വെച്ച് കൊടുക്കുക? നമ്മൾ ADP-ക്കാണ് വെച്ച് കൊടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ADP-ക്ക് വെച്ച് കൊടുക്കുമ്പോൾ അത് ATP ആയിട്ട് മാറും. സോ there is an ATP synthesis ഇവിടെ നടക്കുന്നുണ്ട്. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് എന്ന് നമ്മൾ ഗ്ലൈക്കോളിസിസിൽ പഠിച്ചിട്ടുണ്ട്. സോ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അപ്പൊ എൻസൈം ഏതായിരുന്നു? എൻസൈം വേണ്ടത് ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ് എന്ന് പറയുന്ന എൻസൈം ആണ് നമുക്ക് ഇതിന് വേണ്ടത്. കിട്ടുന്നത് 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ്. ഒരു ഫോസ്ഫേറ്റ് പോയി 3 ഫോസ്ഫോഗ്ലിസറേറ്റ് കിട്ടുന്ന ഈ റിയാക്ഷൻ, ദിസ് റിയാക്ഷൻ വാസ് 1 സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന്
എന്ന് നമ്മൾ പഠിച്ചു. സോ ഇതാണ് ഒരു എക്സാമ്പിൾ. ഇനി ഇത് പല സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ഉണ്ടാകുന്നു നമ്മൾ പറഞ്ഞു. ആൻഡ് ദിസ് ഈസ് ഓൾസോ എ ഹൈ എനർജി കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ഫോസ്ഫേറ്റ് നമുക്ക് എടുക്കാം. അത് നമ്മൾ ADP കൊടുത്താൽ ഫോസ്ഫേറ്റ് എടുത്ത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം ATP ആകും. സോ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റിൽ നിന്ന് നമ്മൾ ഫോസ്ഫേറ്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പൈറുവേറ്റ്. സോ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആക്കുന്ന ഈ സ്റ്റെപ്പ്, സോ ദിസ് സ്റ്റെപ്പ് ഇസ് എ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ് എന്ന് പറയും. ആൻഡ് ഈ സ്റ്റെപ്പ് ഇറിവേഴ്സിബിൾ സ്റ്റെപ്പ് ആണ്. ആൻഡ് ഇവിടെ വേണ്ട എൻസൈം ഈസ് പൈറുവേറ്റ് കൈനേസ് എന്ന് പറയുന്ന എൻസൈം ആണ് നമ്മൾ ഗ്ലൈക്കോളിസിസിൽ പഠിച്ചു. സോ ഇത് രണ്ടാണ് സൈറ്റോസോളിൽ നടക്കുന്ന ഗ്ലൈക്കോളൈസിസിൽ നടക്കുന്ന രണ്ട് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻസിന്റെ എക്സാമ്പിൾസ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ക്രെബ്സ് സൈക്കിളിലാണ്. സൈക്കിളിലെ എക്സാമ്പിൾ ആണ്. ആൻഡ് ഇത് നടക്കുന്നത് മൈറ്റോകോൺട്രിയൽ മാട്രിക്സിന്റെ ഉള്ളിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇവിടുത്തെ സ്റ്റെപ്പ് ഇതാണ്, സക്സിനൈൽ കോ എ എന്ന് പറയുന്ന സംഭവം ദാറ്റ് വിൽ ബിക്കം സക്സിനേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ഓൾസോ എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ആൻഡ് ഇതിന് എൻസൈം വേണ്ടത് സക്സിനൈൽ തയോകൈനേസ് ആണ്. തയോകൈനേസ് എന്ന് പറയുന്ന സംഭവം. സോ ഇവിടെ ഇപ്പം എന്താവും? GDP വിൽ ബിക്കം GTP ആയിട്ട് മാറുന്നുണ്ട്. സോ GDP will become GTP. സോ അപ്പോൾ ഇങ്ങനെ നമുക്കൊരു GTP ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ ഉണ്ടായ ഈ GTP നമ്മൾ എന്തുമായിട്ട് ചേർന്നു? GDP പ്ലസ് ADP ആയിട്ട് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് GDP പ്ലസ് ATP ആയിട്ട് കിട്ടും. ആൻഡ് ദിസ് ഈസ് ദ തേർഡ്. അപ്പോൾ നമുക്ക് ATP കിട്ടുന്നുണ്ട്. സോ ദിസ് ദ തേർഡ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. സോ ഇവിടെ ഒരു എൻസൈം വേണം. അതിന്റെ പേര് ന്യൂക്ലിയോസൈഡ് ഡൈഫോസ്ഫേറ്റ് കൈനേസ് എന്നാണ് ഈ എൻസൈമിന്റെ പേര്. ന്യൂക്ലിയോസൈഡ് ഡൈഫോസ്ഫേറ്റ് കൈനേസ് ആണ് ഇത് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് ഇവിടെ ATP ഉണ്ടാക്കാനായിട്ട് നമുക്ക് GTPയുടെ സഹായം വേണം. കിട്ടുന്നത് GDP ആണ്. ADP is converted to ATP. സോ ഇതാണ് മൂന്നാമത്തെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. സോ നമ്മൾ ഇവിടെ പറഞ്ഞത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്താണെന്ന് പറഞ്ഞു, ആൻഡ് എവിടെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു, മറ്റുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു, ആൻഡ് 3 എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.